ക്വിക്ക് റിവിഷൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈവേ എഞ്ചിനീയറിംഗിലാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റോഡ് സേഫ്റ്റി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. വെൻ ഈസ് ദ നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക്? ക്വിക്ക് റിവിഷൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈവേ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വെൻ ഈസ് ദ നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് ഒബ്സർവ്ഡ് ഇൻ 2021? 2021 നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് ആയി ആചരിക്കപ്പെട്ട വാരം ഏതാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 11th to 17th of January, 11th to 17th of July, 1st to 7th of July, 14th to 21st of July. ആൻസർ 11th to 17th ഓഫ് ജനുവരി ആണ്. ജനുവരി മാസം ഈ ഒരു വാരം നമ്മൾ നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് ആയി ആചരിച്ചിരുന്നു നമ്മളുടെ നാഷണൽ വൈഡ്. എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ദ റോഡ് സേഫ്റ്റി വീക്ക് സെലിബ്രേഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹൈവേ. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹൈവേ എന്ന് പറയുന്നത് മോർത്ത് എന്ന് പറയും. നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ട് ഇന്ത്യൻ ഡോക്യുമെൻറ്റ്സ് പലതിലും കണ്ടിട്ടുണ്ടാവും. MORTH, മോർത്ത്, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹൈവേസ്. റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെയും ഹൈവേസിൻ്റെയും എല്ലാം മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റാണ് റോഡ് സേഫ്റ്റി വീക്ക് കണ്ടക്ട് ചെയ്യാറുള്ളത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എൻ എയിം ടു റേസ് പബ്ലിക് അവയർനെസ്, പൊതുവായിട്ടുള്ള പബ്ലിക്കിൻ്റെ ബോധവൽക്കരണം. ഇതിനെ പറ്റിയുള്ള ബോധവൽക്കരണത്തിനായിട്ടാണ്. എബൌട്ട് ട്രാഫിക് റൂൾസ് ആൻഡ് അൾട്ടിമേറ്റ്ലി റെഡ്യൂസ് കാഷ്വാലിറ്റീസ് ഡ്യൂ ടു റോഡ് ആക്സിഡൻസ്. കാഷ്വാലിറ്റീസ് ഡ്യൂ ടു റോഡ് ആക്സിഡൻസ് നമ്മളിപ്പോൾ അതിൻ്റെ ഇൻക്രീസിങ് നമ്പേഴ്സിൽ ഒരുപാടധികം വർദ്ധിച്ചു വരുന്ന ഒരു സംഭവമാണല്ലേ റോഡ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറെ ഭാഗവും റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രാഫിക് റൂൾസിനെ ഫോളോ ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണെന്നാണ് റീസെൻ്റ് ടൈംസിലുള്ള പഠനങ്ങളെല്ലാം. അപ്പോൾ ട്രാഫിക് റൂൾസിനെ പറ്റിയും അതിലൂടെ റോഡ് ആക്സിഡൻസിൽ അതുകൊണ്ടുണ്ടാകുന്ന ജീവനഷ്ടങ്ങളെ പറ്റിയും അതല്ലാത്ത കാഷ്വാലിറ്റീസിനെ പറ്റിയും പബ്ലിക്കിന് ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് ഈ ഒരു വീക്ക് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. 2021 കണ്ടക്ട് ചെയ്തിട്ടുള്ളത് 32nd നാഷണൽ റോഡ് സേഫ്റ്റി വീക്കാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് സേവ് യുവർ സെൽഫ് ടു സേവ് യുവർ ഫാമിലി എന്നുള്ളതാണ്. അപ്പോൾ 2021 റോഡ് സേഫ്റ്റി വീക്കിൻ്റെ നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് 32ാമത്തെ നാഷണൽ റോഡ് സേഫ്റ്റി വീക്കാണ്. തീം സേവ് യുവർ സെൽഫ് ടു സേവ് യുവർ ഫാമിലി. Apply all the safety measures while traveling in a vehicle and always follow the traffic rules. എൻ്റെ പ്രധാനമായിട്ടും ഈ ഒരു വീക്കിലൂടെ കൺവേ ചെയ്തിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ചുകൊണ്ട് ട്രാഫിക് റൂളുകൾ എല്ലാം പാലിച്ചുകൊണ്ട് മാത്രം റോഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ബേസിക് ആയിട്ടുള്ള ട്രാഫിക് എഞ്ചിനീയറിംഗിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. The 3 E's of traffic engineering stands for. ട്രാഫിക് എഞ്ചിനീയറിംഗിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു 3 EEE ഉണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ എൻഫോഴ്സ്മെൻറ്റ്, എംപവർമെൻറ്റ് ആൻഡ് എറാഡിക്കേഷൻ, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പൾഷൻ, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് എൻതൂസിയാസം. ഇവയിലേതായിരിക്കും? നമുക്കറിയാമല്ലേ. ഓപ്ഷൻ സി എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്. ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടെന്നും അത് പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് ട്രാഫിക് പാരാമീറ്റേഴ്സ്, ട്രാഫിക് വോള്യം അല്ലെങ്കിൽ ട്രാഫിക് സ്പീഡോ ഡെൻസിറ്റിയോ പോലെയുള്ള കാര്യങ്ങൾ, ട്രാഫിക് സേഫ്റ്റി, ട്രാഫിക് കൺട്രോൾ മെഷേഴ്സ്, ട്രാഫിക് സ്റ്റഡീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്ന ഒരു മെയിൻ സ്ട്രീമാണ് ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മൾ ട്രാഫിക് ഡിസൈൻ, റോഡ് പേയ്മെൻറ്റ് ഡിസൈനിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. ട്രാഫിക് ഡിസൈനിൽ എന്തൊക്കെയാണ്? നമ്മൾ സിഗ്നൽ ടൈമിംഗ് ഡിസൈൻസ് വരുന്നുണ്ട്, നമ്മൾക്ക് റോഡിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള സ്റ്റഡീസ്,
അല്ലെങ്കിൽ പുതിയ റോഡുകളുടെ ആവശ്യം, ഇത്തരത്തിലുള്ള ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻസ് വരുന്ന ഒരു എൻജിനീയറിംഗ് സൈഡ് ഉണ്ട് പ്രാഥമികമായിട്ട്. ശേഷം ട്രാഫിക് റൂൾസിനെ പറ്റിയും റെഗുലേഷനെ പറ്റിയും പബ്ലിക്കിന്, റോഡ് യൂസേഴ്സ് ആയിട്ടുള്ള പൊതുജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ലൈസൻസ് കരസ്ഥമാക്കണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ഒരു റിട്ടൺ ടെസ്റ്റ് കൂടി പാസ്സാവേണ്ടതുണ്ടല്ലേ. അതായത് ട്രാഫിക് റൂൾസിനെ പറ്റി കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ലൈസൻസ്ഡ് ട്രാഫിക് യൂസറായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. തേർഡ് ഇ എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻ്റ് ആണ്. ട്രാഫിക് റൂൾസോ റെഗുലേഷൻസോ മറികടക്കുന്നവർക്ക് അതിൻ്റെ പണിഷ്മെൻ്റ് എന്നോ റെഗുലേഷൻ്റെ ഭാഗമായിട്ടുള്ള നടപടി എന്നോ എല്ലാം പറയാവുന്ന രീതിക്ക് അതിനെ കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുന്ന, നടപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഇ ആണ്. എൻജിനീയറിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻ്റ് ആണ് ട്രാഫിക് എൻജിനീയറിംഗിലെ ബേസിക് 3 ഈസ്. The shape of give way sign in the traffic signal is, traffic signals അല്ലേ, one of the main ട്രാഫിക് കൺട്രോൾ ഡിവൈസ് ആണ് സിഗ്നൽ. വേറെ ഏതെല്ലാമാണുള്ളത് കൺട്രോൾ ഡിവൈസസ്? സൈൻസും മാർക്കിങ്സും അല്ലേ. അപ്പോൾ നമ്മൾ റോഡ് യൂസ് ചെയ്യുന്ന സമയത്ത്, റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാഫിക് ഡിസൈൻ ചെയ്യുന്നവർ നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് മെസ്സേജസ് ആണ് ഈ 3 കൺട്രോൾ ഡിവൈസിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ട് സിസ്റ്റം കരുതുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൽ ട്രാഫിക് സൈൻ ഇത് സൈൻ എന്നാണ് കേട്ടോ, മൈ മിസ്റ്റേക്ക്, സോറി. ട്രാഫിക് സൈൻസിൽ ഗിവ് വേ എന്ന സൈനിൻ്റെ ഷേപ്പ് എന്താണ്? ഓപ്ഷൻ എ റെക്റ്റാങ്കിൾ, ബി ഒക്ടഗണൽ, സി സർക്കിൾ ആൻഡ് ഡി ഇൻവെർട്ടഡ് ട്രയാങ്കിൾ. നമുക്കറിയാം അല്ലേ, ഇൻവെർട്ടഡ് ട്രയാങ്കിൾ ആണ്. ഒക്ടഗണൽ ഏതിനാണ്? പെട്ടെന്ന് ആലോചിച്ച് നോക്കി ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നോക്കൂ. ഒക്ടഗണൽ ആയിട്ടുള്ള റെഡ് ഒക്ടഗൺ സ്റ്റോപ്പ് സിമ്പിളാണ്. റെക്ടാങ്കിൾസും സർക്കിൾസും ഇൻവെർട്ടഡ് അല്ലാത്ത ട്രയാങ്കിൾസും എല്ലാം നമ്മൾ ട്രാഫിക് സൈൻസിൽ യൂസ് ചെയ്യും, കാണാം. ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ട്രാഫിക് സൈൻസ് ആണുള്ളത്. മാൻഡേറ്ററി ഓർ റെഗുലേറ്ററി, അതായത് നിർബന്ധമായും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് സൈൻസ്, കുറച്ച് നിർദ്ദേശങ്ങൾ സയൻസിൻ്റെ രൂപത്തിൽ നമുക്ക് റോഡ് സൈഡ്സിൽ കാണാം. ഇവിടെ പൊതുവായിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് ടു ഇൻഫോം ദ റോഡ് യൂസേഴ്സ് ഓഫ് സർട്ടൈൻ ലോസ് ആൻഡ് റെഗുലേഷൻസ്. ട്രാഫിക്കിൽ ഈ ഒരു പർട്ടിക്കുലർ റോഡ് സെക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൊതുവിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള, നിങ്ങൾ അനുസരിച്ചിരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില ഇൻഫോർമേഷൻസോ നിയമവശങ്ങളോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സൈനുകളുടെ യൂസ് എന്ന് പറയുന്നത്. പൊതുവിൽ അത് സർക്കുലർ ഷേപ്പിലാണ് കാണപ്പെടുക. ഉദാഹരണമാണ് സ്പീഡ് ലിമിറ്റും മറ്റുമൊക്കെ. കുറച്ച് സൈൻസ് കാണാം. രണ്ടാമത് വാർണിംഗ് സൈൻസ് ഓർ കോഷണറി സൈൻസ്. രണ്ടാമത്തേതാണ് വാർണിംഗ് സൈൻസ് ഓർ കോഷണറി സൈൻസ്. വാർണിംഗ്, മുന്നറിയിപ്പ്, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ബിഫോർ ഹാൻഡ് തരുന്ന ഒരു മെസ്സേജാണ് അല്ലേ. മുന്നിലൊരു വളവുണ്ട്, അല്ലെങ്കിൽ മുന്നിലൊരു റോഡ് ശരിയായിട്ടല്ല, മുന്നിൽ വർക്ക് നടക്കുന്നുണ്ട്, ഇതുപോലുള്ള കുറച്ച് കോഷണറി ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള രീതിക്ക് കോഷൻ തരുന്ന ചില സൈനുകൾ, ടു വാൺ ദ റോഡ് യൂസർ. ട്രയാങ്കിൾ ഷേപ്പിലാണത് പൊതുവിൽ കാണുക. അടുത്തത് ഇൻഫോർമേറ്ററി സയൻസ് ആണ്. നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ആ സ്ഥലത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഡയറക്ഷൻസിനെ പറ്റിയിട്ടോ മറ്റുമൊക്കെയുള്ള അറിവുകൾ, ഇൻഫോർമേഷൻസ് കൺവേ ചെയ്യുന്ന സൈനുകൾ ടു ഗൈഡ് ദ റോഡ് യൂസർ. നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്, നമ്മളെ റെഗുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനല്ല, നമുക്ക് ഫർദർ നമുക്കൊരു ഗൈഡൻസിന് നമുക്ക് കൂടി യൂസ്ഫുൾ ആയിട്ട്, എല്ലാം നമുക്ക് യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. പക്ഷേ മറ്റേതെല്ലാം, അതായത് റെഗുലേറ്ററി അല്ലെങ്കിൽ വാർണിംഗ് സൈൻ എന്നൊക്കെ പറയുന്നത് സിസ്റ്റത്തിൻ്റെ കുറേ നിബന്ധനകൾക്കും കൂടി ഉള്ളതാണ്. പക്ഷേ ഇൻഫോർമേറ്ററി സൈൻ എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഗൈഡൻസ് ആണ്, അതാണ് പറഞ്ഞത്. പൊതുവിൽ അത് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കാണുന്നത്. ഈ പറഞ്ഞ സർക്കിളോ ട്രയാങ്കിളോ റെക്റ്റാങ്കിളോ അല്ലാത്ത 2 സൈനുകളും കൂടി, പ്രധാനപ്പെട്ട സൈനുകൾ കൂടി നമുക്കുണ്ട്. സ്റ്റോപ്പ് സൈനും ഗിവ് വേ സൈനും. സ്റ്റോപ്പ് സൈനിൻ്റെ സിമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഒക്ടഗൺ. റെഡ് ഒക്ടഗൺ, ഒരു റെഡ് ബോർഡറിൽ വൈറ്റ് ലെജൻസ് യൂസ് ചെയ്ത് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുള്ള ഒരു സൈനാണ്. ഗിവ് വേ എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്, അതിനകത്ത് ഗിവ് വേ എന്ന് എഴുതിയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, the number of vehicles moving in a specified direction on a roadway that pass a given point during specific unit of time. എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് വെഹിക്കിൾസ്. ഇങ്ങനെ വലിയൊരു ഡെഫിനേഷൻ ഒക്കെ തരുമ്പോൾ സിമ്പിളായിട്ട് നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ എണ്ണം.
ഇൻ സ്പെസിഫിക് ഡയറക്ഷൻ ഓൺ റോഡ്വേ. ഒരേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രീം ഓഫ് വെഹിക്കിൾസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദാറ്റ് പാസ് എ ഗിവൺ പോയിന്റ്, ഒരു പോയിന്റ് കടക്കുന്നു ഇൻ എ സ്പെസിഫിക് യൂണിറ്റ് ഓഫ് ടൈം. അതായത് ഒരു സ്പെസിഫിക് യൂണിറ്റ് ഓഫ് ടൈമിൽ കടന്നു പോകുന്ന വണ്ടികളുടെ എണ്ണം. സിംപ്ലി സെയിം, ഇത്രയേ ഉള്ളൂ. ഒരു മണിക്കൂറിൽ എത്ര വണ്ടി കടന്നുപോയി, ഒരു സെക്ഷൻ കടന്നുപോയി. നമ്മളൊരു ജംഗ്ഷനിൽ നിൽക്കുകയാണ്, എത്ര വണ്ടികൾ നമ്മളെ കടന്നുപോയി ഒരു മണിക്കൂർ, 15 മിനിറ്റിൽ, 10 മിനിറ്റിൽ. ഇതിനെന്താണ് പേര്? ചോദ്യം ഇതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ട്രാഫിക് വോളിയം, ട്രാഫിക് ഡെൻസിറ്റി, ട്രാഫിക് കപ്പാസിറ്റി ആൻഡ് ബേസിക് കപ്പാസിറ്റി. എന്താണ് ആൻസർ? ട്രാഫിക് വോളിയം. നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ ടൈം, അല്ലെങ്കിൽ വെഹിക്കിൾസ് പെർ അവർ, വെഹിക്കിൾ പെർ മിനിറ്റ്, വെഹിക്കിൾ പെർ അവർ എന്നാണ് പൊതുവെ, VPH എന്നാണ് നമ്മൾ പൊതുവെ യൂണിറ്റ് യൂസ് ചെയ്യാറുള്ളത്. ട്രാഫിക് ഡെൻസിറ്റി എന്താണ്? കപ്പാസിറ്റിയിൽ തന്നെ ബേസിക് കപ്പാസിറ്റി, പ്രാക്ടിക്കൽ, തിയററ്റിക്കൽ കപ്പാസിറ്റികളെല്ലാം ഉണ്ട്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ട്രാഫിക് വോളിയം, നമ്പർ ഓഫ് വെഹിക്കിൾ പെർ യൂണിറ്റ് ടൈം. ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു അവർ ആണെങ്കിൽ അത്രയും അവറിൽ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒരു സെക്ഷനെ പാസ് ചെയ്ത് പോയി, വെഹിക്കിൾ പെർ അവർ. അത് തന്നെ ഡെൻസിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്പർ ഓഫ് വെഹിക്കിൾ ഇൻ യൂണിറ്റ് ലെങ്ത്, 1 കിലോമീറ്റർ ലെങ്ത്തിൽ എത്ര വണ്ടികൾ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു സെക്ഷൻ, അതായത് പെർ കിലോമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പെർ ലെങ്ത്, ഒരു പെർ മൈലോ പെർ മീറ്ററോ, മീറ്റർ പറ്റില്ല, ഒരു വണ്ടിയുടെ ലെങ്ത് തന്നെ ഉണ്ടാവും അത്യാവശ്യം, 3 മീറ്റേഴ്സോ 2 മീറ്റേഴ്സോ എല്ലാം. അപ്പം അതല്ല നമ്മൾ പറയുന്നത് ഒരു ലോങ് ലെങ്ത്, 1 കിലോമീറ്റർ, മൈൽസിലും കിലോമീറ്റേഴ്സിലുമാണ് പൊതുവെ എടുക്കാറ്. വെഹിക്കിൾസ് പെർ കിലോമീറ്റർ ആണ് ഡെൻസിറ്റിയുടെ. അപ്പോൾ ട്രാഫിക്, അപ്പോൾ 3 ബേസിക് പാരാമീറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ട്രാഫിക് വോളിയം, ട്രാഫിക് ഡെൻസിറ്റി ആൻഡ് ട്രാഫിക് സ്പീഡ്. ബേസിക് ട്രാഫിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 3 എണ്ണമാണ് കേട്ടോ. ട്രാഫിക് വോളിയം, ട്രാഫിക് ഡെൻസിറ്റി ആൻഡ് ട്രാഫിക് സ്പീഡ്. ഈ 3 എണ്ണം മാത്രമാണ്. ഇതല്ലാതെ നമ്മൾ ഒരുപാട് വാക്കുകൾ വെക്കും. ട്രാഫിക് ഫ്ലോ, അല്ലെങ്കിൽ നമുക്ക് വേറെ പല വാക്കുകൾ അതിൻ്റെ ഇടയിൽ വരും. ട്രാഫിക് കപ്പാസിറ്റി, ഇതൊന്നും ബേസിക് പാരാമീറ്റർ അല്ല. ഇതിൻ്റെ തന്നെ മറ്റു പല ഡെഫിനേഷൻസും പേരുകളും മറ്റും ഒക്കെയാണ്. ട്രാഫിക് വോളിയം എന്ന് പറയുന്നത് തന്നെയാണ് ട്രാഫിക് ഫ്ലോ. നമ്മളൊരു ലിക്വിഡ് ഫ്ലോ ആയിട്ടാണ് എപ്പോഴും ട്രാഫിക് ഫ്ലോനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മളൊരു ലിക്വിഡ് ഫ്ലോ, ഒരു പൈപ്പ് ഫ്ലോ എടുത്ത് നോക്കൂ. അതിനകത്ത് വെള്ളത്തിൻ്റെ ഫ്ലോയിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ എന്താണ് വിളിക്കുന്നത്? ലിക്വിഡിൻ്റെ ഫ്ലോ എന്നാണല്ലേ പറയുക. സെയിം തന്നെയാണ് ട്രാഫിക്കിൻ്റെ കേസിലും. ട്രാഫിക് ഫ്ലോ അഥവാ ട്രാഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് ടൈം എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒരു പർട്ടിക്കുലർ സെക്ഷനെ കടന്നു പോകുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടൈമാണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്പർ ഓഫ് വെഹിക്കിൾസ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാഫിക് വോളിയം എന്ന് വിളിക്കുന്നത്. ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു യൂണിറ്റ് വെഹിക്കിൾ പെർ അവർ അല്ലെങ്കിൽ വെഹിക്കിൾ പെർ മിനിറ്റ്സ്, സർട്ടൻ മിനിറ്റ്സ്, ആ രീതിക്ക്. ഇത് തന്നെ നിങ്ങളൊരു പർട്ടിക്കുലർ യൂണിറ്റ് ലെങ്ത്, സേ ഒരു 1 കിലോമീറ്റർ, 1 മൈൽ, അതിനകത്ത് എത്ര വണ്ടികളുണ്ട്, അതിൻ്റെ കൗണ്ടാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ആ പാരാമീറ്ററിൻ്റെ പേരാണ് ട്രാഫിക് ഡെൻസിറ്റി. എത്രത്തോളം ഡെൻസ് ആണ്, നമ്മൾ ഡെൻസിറ്റി അങ്ങനെ തന്നെയാണല്ലേ പറയുക, സ്പേസിലാണ് എടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ സ്പേസിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, മാസ് പെർ വോളിയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിക്ക് നമ്മളൊരു സ്പേസിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടല്ലേ എപ്പോഴും ഡെൻസിറ്റി എടുക്കുന്നത്. ഫ്ലൂയിഡിൻ്റെ കേസിലാണെങ്കിൽ സെയിം തന്നെയാണ് ഇവിടെയും. നമ്പർ ഓഫ് വെഹിക്കിൾ പെർ യൂണിറ്റ് ലെങ്ത്, വെഹിക്കിൾ പെർ കിലോമീറ്റർ അല്ലെങ്കിൽ വെഹിക്കിൾ പെർ മൈൽസ് എന്നെല്ലാം യൂണിറ്റ് വരുന്ന ഈ പാരാമീറ്ററിൻ്റെ പേരാണ് ട്രാഫിക് ഡെൻസിറ്റി എന്നുള്ളത്. കെ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ട്രാഫിക് സ്പീഡ് എന്ന് പറയുന്നത് ട്രാഫിക് സ്ട്രീമിൻ്റെ സ്പീഡ്. അത് 2 തരത്തിലാവാം. സ്പേസ് മീൻ സ്പീഡ് അല്ലെങ്കിൽ ടൈം മീൻ സ്പീഡ് എന്നെല്ലാം പറഞ്ഞ് 2 തരത്തിലൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ വെഹിക്കിൾ സ്ട്രീം, ആവറേജ് സ്പീഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു വെഹിക്കിൾ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു റോഡ് സെക്ഷൻ എടുക്കണമെങ്കിൽ ഓരോ വെഹിക്കിളിൻ്റെയും സ്പീഡ് സെപ്പറേറ്റ് ഉണ്ടാകും. പക്ഷേ ആ സ്ട്രീമിന് മൊത്തത്തിലായിട്ട് നമുക്കൊരു ആവറേജ് സ്പീഡ് പറയാനായിട്ട് സാധിക്കും. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ വെഹിക്കിൾ സ്ട്രീം പെർ യൂണിറ്റ് ടൈം, ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം, സിംപ്ലി കിലോമീറ്റർ പെർ അവറിൽ തന്നെയാണ് അതിൻ്റെയും യൂണിറ്റ് വരുന്നത്. ഇതേ സമയം ട്രാഫിക് കപ്പാസിറ്റി എന്താണ് എന്നൊരു ചോദ്യം നമുക്ക് വരാം. ദ മാക്സിമം നമ്പർ ഓഫ് കപ്പാസിറ്റി റീച്ച് ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ്? മാക്സിമത്തിലെത്തുമ്പോൾ. സെയിം ആണ്,
വോള്യൂം അതിൻ്റെ മാക്സിമത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം എന്ന രീതിയിലേക്ക് മെഷർ ചെയ്യുന്നതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ ഇൻ എ ലെയിൻ ഓർ റോഡ് ദാറ്റ് ക്യാൻ പാസ് എ ഗിവൺ പോയിന്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു ഗിവൺ പോയിന്റ് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒരു പർട്ടിക്കുലർ ലെയിനെ സംബന്ധിച്ചിടത്തോളം. വെഹിക്കിൾ പെർ അവർ പെർ ലെയിൻ അല്ലെങ്കിൽ റോഡ് വേ എന്നാണ് നമ്മളതിന് പറയുക. ഒരു 3 ലൈൻ റോഡാണെങ്കിൽ ആ ഫുൾ റോഡ് വേയുടെയോ അതല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ലെയിൻ്റെയോ ആയിട്ട് നമുക്ക് കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ യൂണിറ്റ് അതുകൊണ്ട് തന്നെ പെർ ലെയിൻ, വോള്യൂം പെർ ലെയിൻ എന്ന രീതിയിലേക്ക് മാറും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5th question, the duration of green time in a traffic signal depends on. അതിന് മുന്നേ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കംപ്ലീറ്റ് ട്രാഫിക് സൈക്കിളിന് പരമാവധി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന, പരമാവധി കൊടുക്കാൻ സാധിക്കുന്ന ടൈം ഡ്യൂറേഷൻ എത്രയായിരിക്കും? മിനിറ്റ്സ് ഓർ സെക്കൻഡ്സ്? ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾക്ക് ട്രാഫിക് സിഗ്നൽ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ട്രാഫിക് സിഗ്നൽ ഡിസൈൻ ചെയ്യാൻ നമുക്ക് പർട്ടിക്കുലർ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ്: ട്രാഫിക് ഡെൻസിറ്റി, ട്രാഫിക് വോള്യൂം, ട്രാഫിക് സ്പീഡ്, ഓൾ ഓഫ് ദ എബോവ്. നമ്മൾ പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷനാണ് അവസാനത്തേത്, ഓൾ ഓഫ് ദ എബോവ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇതെല്ലാം നോക്കിയിട്ടല്ലേ സിഗ്നൽ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം കാര്യം അറിയാത്ത ഏതെങ്കിലും ഒരാൾക്കും ചിന്തിക്കാൻ തോന്നും, അല്ലെങ്കിൽ സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ട്രാഫിക് സിഗ്നൽ ഡിസൈൻ എന്ന് പറയുന്നത് ട്രാഫിക് വോള്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഡിസൈനിങ് മെത്തേഡിനൊരു പേരുണ്ട്. പോസ് ചെയ്ത് പറ്റുമെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് ആ ഇക്വേഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ക്യൂ ആണ് നമ്മൾ ബേസിക്കായിട്ട് എടുക്കുക. ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർസെക്ഷൻ വരുന്ന സമയത്ത് അതിനകത്തുള്ള ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി വരുന്ന ട്രാഫിക് പാരാമീറ്റർ എന്ന് പറയുന്നത് ട്രാഫിക് വോള്യൂം തന്നെയാണ്. എത്ര നമ്പർ ഓഫ് വെഹിക്കിൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ പർട്ടിക്കുലർ ജംഗ്ഷനെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻ്റർസെക്ഷനെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ട്രാഫിക് വോള്യൂം എന്ന് നമ്മൾ പഠിച്ചു. അപ്പം ആ പാരാമീറ്റർ തന്നെയാണ് ട്രാഫിക് സിഗ്നൽ ഡിസൈനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ ഓഫ് ഗ്രീൻ ടൈം, ഡ്യൂറേഷൻ ഓഫ് ടോട്ടൽ സൈക്കിളും ഡ്യൂറേഷൻ ഓഫ് ഗ്രീൻ ടൈമും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ട്രാഫിക് വോള്യത്തിൻ്റെ ബേസിസിലാണ്. വെബ്സ്റ്റർ മെത്തേഡ്, ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ മെത്തേഡ് ഇതാണ്. ട്രാഫിക് സിഗ്നൽ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വെബ്സ്റ്റേഴ്സ് മെത്തേഡ്. 6th question, last question. The Motor Vehicle Act was revised in. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻസിനിടയ്ക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എവിടേക്കോ ഇതിനെപ്പറ്റി വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിതിനെപ്പറ്റി ചെറിയ രീതിക്കെങ്കിലും ബോധവാന്മാരാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ബി ആണ് ഉത്തരമെന്ന് അറിയുമെങ്കിൽ നിങ്ങളുടെ വായന കറക്റ്റായിരുന്നു. കാരണം ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണിത്. കാരണം ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് വാസ് പാസ്ഡ് ഇൻ 1939 ആൻഡ് ഇറ്റ് വാസ് റിവൈസ്ഡ് ഇൻ 1988. ഈ 2 വർഷങ്ങളും നമ്മളുടെ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. രണ്ടും ഒന്ന് മാത്രം വായിച്ചവർക്ക് മറ്റൊന്നിലേക്ക് പോകാനായിട്ട് തോന്നിയെന്ന് വരില്ല. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നത് പാസ് ചെയ്തത് ഇന്ത്യയിൽ 1939 പക്ഷേ അത് അവസാനമായിട്ട് റിവൈസ് ചെയ്തിരിക്കുന്നത് 1988. ഇതുകൂടാതെ പലതരം അമെൻമെൻറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടും അതേത് വർഷത്തിലുണ്ടായതിനെ പറ്റിയിട്ടും ഒന്ന് വായിച്ചിരിക്കുക. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാനിതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചോദിച്ച ചോദ്യങ്ങളിൽ ഉത്തരമൊക്കെ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ട് തന്നെ പഠിക്കണ്ടേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.